മലപ്പുറത്ത് നിന്ന് KT സ്വാലിഹ് ചേരുകയാണ്. സ്വാലി, അതായത് സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമം നടക്കുന്നു എന്ന രീതിയിലാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പരാമർശം ഉണ്ടായിരിക്കുന്നത്. അതിലാരും വഴിപ്പെടരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ ദിവസം സാദിഖ് അലി തങ്ങൾക്കെതിരെ, പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ ഉണ്ടായ പരാമർശം നടത്തിയവർക്കെതിരെയാണല്ലോ ഇത്തരത്തിലൊരു പരസ്യ പ്രസ്താവനയിലേക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എത്തിയിരിക്കുന്നത്. അഞ്ജന, ക്രിസ്മസ് ആഘോഷത്തിൽ സാദിഖ് അലി തങ്ങൾ പങ്കെടുത്തതാണ് SYSന്റെയും SKSSFന്റെയും നേതാക്കളായ ഹമീദ് ഫൈസി അമ്പലക്കടവിനും റഷീദ് ഫൈസി വെള്ളായിക്കോടുമെല്ലാം പരസ്യമായി വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മറ്റു മതങ്ങളുടെ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കരുത്, അത് പങ്കെടുക്കാൻ പാടില്ല എന്ന നിലപാടാണ് ഈ രണ്ടുപേരും പ്രധാനമായി ഊന്നി നിന്നിരുന്നത്. ഇതിനെതിരെ സമസ്തയിൽ വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു. ഇതിനിടെയാണ് പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനം വരുന്നത്. എന്നാൽ പാണക്കാട് കുടുംബത്തെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ചില സെഷനുകളിൽ നിന്ന് ഈ നേതാക്കളെ മാറ്റി നിർത്തി എന്നൊരു ആരോപണം SKSFന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിരുന്നു. ഇന്ന് സമാപന സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ സമസ്തയുടെ നിലപാട് ഇക്കാര്യത്തിൽ അസന്നിഗ്ധമായി പറയുകയാണ്. ഒരു തരത്തിലും ഇത്തരം ഭിന്നിപ്പിന്റെ ശ്രമങ്ങൾക്ക് പിന്നാലെ പോകരുത്, പണ്ഡിതന്മാർ തന്നെ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കരുത് എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് സമസ്തയുടെ ലക്ഷ്യം. സമസ്തയ്ക്ക് മറ്റു മതസംഘടനകളുമായോ മറ്റു മതങ്ങളുമായും എല്ലാം ബന്ധങ്ങൾ ഉണ്ടാവും, സൗഹൃദങ്ങൾ ഉണ്ടാവും. അതെല്ലാം അതേ നിലയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന ഈ യുവ നേതാക്കളെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ താക്കീതിന്റെ രൂപത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ ഉണർത്തുന്നത്. ഇന്ന് ജാമിഅ നൂരിയയുടെ ഈ ജനറൽ ബോഡി യോഗത്തിലും ഈ നേതാക്കൾക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. മറ്റ് സഹപ്രവർത്തകരിൽ നിന്നും ഈ ജാമിഅ നൂരിയയിലെ മറ്റു വിദ്യാർത്ഥികളിൽ നിന്നുമെല്ലാം ഇവർക്കെതിരെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ഈ പാണക്കാട് കുടുംബത്തെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിച്ചു എന്ന് ആക്ഷേപിച്ചാണ് ജാമിഅ നൂരിയയിൽ ഹമീദ് ഫൈസിക്കും ഒപ്പം റഷീദ് ഫൈസിക്കുമെതിരെ പ്രതിഷേധം ഉയർന്നത്. അഞ്ജന. ശരി, KT സ്വാലിഹാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.